തിരുവനന്തപുരം നഗരത്തിൽ ഓടുന്ന ഇലക്ട്രിക് ബസിന്റെ വരവ് ചെലവ് സംബന്ധിച്ച റിപ്പോർട്ട് കെഎസ്ആർടിസി ഇന്ന് ഗതാഗത മന്ത്രിക്ക് സമർപ്പിച്ചേക്കും. നാളെ ജോയിന്റ് എംഡി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മന്ത്രി വിളിച്ചിട്ടുണ്ട്. ഇലക്ട്രിക് ബസ് ഇനി വേണ്ട എന്ന് മന്ത്രി പറഞ്ഞതോടെ 45 ഇലക്ട്രിക് ബസുകളുടെ ടെൻഡർ വിളിക്കുന്നത് കെഎസ്ആർടിസി മരവിപ്പിച്ചിരിക്കുകയാണ്. ഇലക്ട്രിക് ബസ്സിൽ തൊട്ട് ഷോക്കടിച്ചിരിക്കുകയാണ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ. വിഷയത്തിൽ CPM ഇടപെട്ട ശേഷം മന്ത്രി പരസ്യ പ്രതികരണം നടത്തിയിട്ടില്ല. CMD ബിജു പ്രഭാകർ സിഡ്നിയിൽ പോയതിനാൽ ജോയിന്റ് MD പ്രമോദ് ശങ്കറാണ് മന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുക. മന്ത്രിയായി ചുമതലയേറ്റ ശേഷം നടന്ന യോഗങ്ങളിൽ ഇലക്ട്രിക് ബസിന്റെ വരവ് ചെലവ് കണക്ക് മന്ത്രിയെ ധരിപ്പിച്ചിരുന്നുവെന്നാണ് KSRTCയിലെ ചില ഉദ്യോഗസ്ഥർ അറിയിച്ചത്. ഇപ്പോൾ പുറത്തുവന്ന സിറ്റി സർക്കുലർ സർവീസിന്റെ വാർഷിക റിപ്പോർട്ടിൽ ഇലക്ട്രിക് ബസ് ലാഭത്തിലെന്നാണ് കണക്ക്. കഴിഞ്ഞ 9 മാസത്തിനിടെ 2.89 കോടി രൂപ ലാഭം കിട്ടിയെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മന്ത്രിയുടെ നിലപാട് വിവാദമായെങ്കിലും KSRTCയിലെ തൊഴിലാളി യൂണിയനുകൾ മന്ത്രിക്കെതിരെ തിരിഞ്ഞിട്ടില്ല. അതേസമയം സ്മാർട്ട് സിറ്റി കിഫ്ബി ഫണ്ട് വഴി വാങ്ങാനുള്ള 45 ബസിന്റെ ടെൻഡർ മരവിപ്പിച്ചിരിക്കുകയാണ്. പ്രധാനമന്ത്രി ഇ-സേവ പദ്ധതി വഴി ലഭിക്കുന്ന 950 ബസുകളുടെ കാര്യത്തിലും സംസ്ഥാനം നിലപാട് അറിയിച്ചിട്ടില്ല. ചൊവ്വാഴ്ചത്തെ യോഗശേഷം ഇക്കാര്യങ്ങളിൽ വ്യക്തത വരും. മീഡിയ 1 തിരുവനന്തപുരം. എന്തായാലും ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമല്ല, അത് നിർത്തലാക്കുമെന്ന് മന്ത്രി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെയാണ് KSRTC ഇന്നലെ ഇതിന്റെ ഒരു വരവ് ചെലവ് റിപ്പോർട്ട് പുറത്തുവിടുന്നത്. അതുപ്രകാരം ഈ ഇലക്ട്രിക് ബസ്സുകൾ, സിറ്റി സർവീസ് നടത്തുന്ന ഇലക്ട്രിക് ബസ്സുകൾ ലാഭകരമാണ് എന്ന് പറഞ്ഞിരുന്നു. ആ റിപ്പോർട്ട് ഇന്നിപ്പോൾ സമർപ്പിക്കാൻ പോവുകയാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ മുന്നണിയിലൊക്കെ ഒറ്റപ്പെട്ട ഒരു നിലയിൽ തന്നെയായിരുന്നു. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ട് മറ്റ് കാര്യങ്ങളൊക്കെ ധരിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. അതാണ് അത് ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ ഒരു രാഷ്ട്രീയ വശം കൂടിയാണ് പറഞ്ഞത്.